ഹലോ മക്കളെ, അപ്പൊ നമ്മള് ദ മേക്കിംഗ് ഓഫ് നാഷണൽ മൂവ്മെന്റ്സ് 1870s to 1947 എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത്? പലതരത്തിലുള്ള നാഷണൽ മൂവ്മെന്റ്സിനെ പറ്റി പറഞ്ഞു അല്ലെ, പലതരത്തിലല്ലേ ലാലാ ലജ്പത് റായിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഒത്തിരി ആശയങ്ങൾ നമ്മൾ പഠിച്ചു വന്നു. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും അതിനോടനുബന്ധിച്ച് 1960 നടന്ന ആ ഒരു ബംഗാളിന്റെ പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദി ഗ്രോത്ത് ഓഫ് മാസ് നാഷണലിസം. ഓക്കെ, ദി ഗ്രോത്ത് ഓഫ് മാസ് നാഷണലിസം. After 1919, the struggle against British rule gradually And after 1919, the struggle against British rule gradually became a mass movement. അല്ലെ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ഇൻവോൾവിങ് പെസൻസ്, ട്രൈബൽസ്, സ്റ്റുഡൻസ് ആൻഡ് വിമൻ ഇൻ ലാർജ് നമ്പേഴ്സ്. അല്ലെ, ആരൊക്കെയാണ്? എല്ലാ ആൾക്കാരും അല്ലെ. മെയിൽസ് മാത്രമാണോ അല്ലെങ്കിൽ ഫീമെയിൽസ് മാത്രമാണോ? അല്ല, എല്ലാ ആൾക്കാരും അല്ലെ. പെസൻസ് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ട്രൈബൽസ് അല്ലെ, ഫോറസ്റ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ കുട്ടികളല്ലേ, കുട്ടികളും വിമൻ അടക്കം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാൻ തുടങ്ങി? പെട്ടെന്ന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഒക്കേഷണലി ഫാക്ടറി വർക്കേഴ്സ് ആസ് വെൽ അല്ലെ, ഫാക്ടറി വർക്കേഴ്സും വിമനും ചിൽഡ്രനും എല്ലാ ആൾക്കാരും ഇത്തരം ഒരു ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രഗിള് തുടങ്ങി. ആൻഡ് സർട്ടൻ ബിസിനസ് ഗ്രൂപ്പ്സ് too began to actively support the Congress in the 1920s. അല്ലെ, കുറച്ച് ബിസിനസ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി 1920s. അപ്പൊ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഗ്രോത്ത് ഓഫ് മാസ് നാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തം ടോട്ടൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. Why was this so? The First World War altered the economic and political situation in India. അല്ലെ, ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ അല്ലെ, ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് വേൾഡ് വാറിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പൊ ബ്രിട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ പങ്കെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തു? ഇന്ത്യയുടെ എക്കണോമിയെ പോലും ബാധിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ത്യയുടെ സമ്പത്തിനെയും കൂടെ ഫസ്റ്റ് വേൾഡ് വാർ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എക്കണോമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്, പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. It led to a huge rise in the defense expenditure of the government of India. അത് കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിഫൻസിന് വേണ്ടിയിട്ടല്ലേ. യുദ്ധം എന്ന് പറയുന്നതേ എന്താണ്? ചെലവാണല്ലേ. ഒത്തിരി ആയുധങ്ങൾ വേണം, പട്ടാളക്കാർക്ക് വേണ്ട ഡ്രസ്സ്, അവർക്ക് വേണ്ട ഫുഡ് എല്ലാം സപ്ലൈ, അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഒത്തിരി നാശനഷ്ടങ്ങൾ വരുന്ന അല്ലെ, എത്ര ജീവനുകൾ എടുക്കുന്നതാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്തരം ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ എക്കണോമി ഒത്തിരി പോയിട്ടുണ്ട്, ഈവൺ ദോ ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ പോലും. സോ അങ്ങനെ വേൾഡ് വാർ കാരണം ഇന്ത്യയിൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദി ഗവൺമെന്റ് ഇൻ ടേൺ ഇൻക്രീസ്ഡ് ടാക്സസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻകംസ്. അപ്പം അല്ലെ, ഇന്ത്യൻ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന് അല്ലെ, ഇന്ത്യയിൽ റൂൾ ചെയ്യുന്ന ഗവൺമെന്റിന് ഒത്തിരി പൈസയുടെ ആവശ്യമാണ് അല്ലെ. എക്സ്പെൻഡിച്ചർ കൂടി, എക്സ്പെൻസസ് കൂടി. അത് കാരണം എന്ത് ചെയ്തു? ഓരോ ആൾക്കാരുടെയും അല്ലെ റവന്യൂ അല്ലെങ്കിൽ ടാക്സസ് എന്ത് ചെയ്തു? അവർ കൂട്ടി, ടാക്സ് കൂട്ടി. ആൾക്കാർ കൂടുതലായിട്ട് ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടു. ആൻഡ് ബിസിനസ് പ്രോഫിറ്റ് അല്ലെ, ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ പ്രോഫിറ്റ് കൂടുതലായിട്ട് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ increased the military expenditure and the demands for war supplies led to a sharp rise in prices which created great difficulties for the common people. അപ്പം അല്ലെ, വാറിന് നമ്മൾ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ പോലും ബ്രിട്ടൻ പങ്കെടുത്തു. അതിന്റെ പേരിൽ നമുക്കിവിടെ ടാക്സസ് കൂടി, സാധനങ്ങൾക്ക് വില വർദ്ധിക്കാൻ തുടങ്ങി അല്ലെ, നല്ല പൈസ കൂടാൻ തുടങ്ങി. പൈസ കൂടുന്ന സമയത്ത് അത് ആൾക്കാർക്ക് അഫോർഡബിൾ ആവണമെന്നുണ്ടോ? ഇല്ല അല്ലെ. അന്ന് ഒത്തിരി ആൾക്കാര് വളരെ കഷ്ടതയിൽ ജീവിച്ചിരുന്ന ജീവിത കാലഘട്ടമായിരുന്നു.
അപ്പം അത് കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഉള്ളത് മുഴുവൻ ഇങ്ങനെ ടാക്സ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന. അപ്പം ആൾക്കാരുടെ ജീവിതം വളരെ, എക്കണോമിക്കൽ കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളത് ഓർത്ത് വെക്കണം. ഔട്ട്കംസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യ പങ്കെടുത്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്, പക്ഷെ അതിന്റെ ഔട്ട്കം ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് അല്ലെ. ടാക്സസ് കൂടിയിട്ടുണ്ട്, പ്രൈസസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ത്യൻ എക്കണോമിയെയും ഇന്ത്യൻ പൊളിറ്റിക്സിനെയും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. On the other hand, business groups reaped fabulous profit from the war. And the war created a demand for industrial goods. അല്ലെ, ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് അല്ലെ വാർ, ഞാൻ പറഞ്ഞു അല്ലെ, യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒത്തിരി എക്സ്പെൻസസ് ആവുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഒത്തിരി വേണ്ടി വരും. ആൻഡ് ജൂട്ട് ബാഗ് വേണം, ക്ലോത്ത് വേണം, റെയിൽസ്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂട്ടി അല്ലെ. യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഡ്രസ്സ്, അതിൻ്റെ ഷൂസ്, അതിൻ്റെ സാധനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അത്തരം ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് caused a decline of imports from other countries to India. അതുപോലെ തന്നെ വേറെ കൺട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് ഇന്ത്യയിലേക്ക് കുറയുകയും ചെയ്തു. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഔട്ട്കംസ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. സോ Indian industries expanded during the war and Indian business groups began to demand greater opportunities for development. So അല്ല, ഇമ്പോർട്ട് എല്ലാം കുറഞ്ഞു, വേറെ കൺട്രീസിൽ നിന്നൊന്നും ഇന്ത്യയിലേക്കൊന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ കൂടി. അപ്പം ബിസിനസ് എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ഡ്യൂറിങ് ദ വാർ ആൻഡ് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ്സ് ബിഗാൻ ടു ഡിമാൻഡ് greater opportunities for development. അല്ലെ, വേറെ എവിടെ നിന്ന് ഇമ്പോർട്ട് ഒന്നും വരുന്നില്ല, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനായി. The war also led the British to expand their army. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് അല്ലെ, യുദ്ധം കാരണം ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആർമി എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നു. വില്ലേജസ് വെയർ പ്രഷറൈസ്ഡ് ടു സപ്ലൈ സോൾജിയേഴ്സ് ഫോർ ആൻ ആലിയൻ കോസ് അല്ലെ. അപ്പം അല്ലെ, വില്ലേജിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് അല്ലെ, ബ്രിട്ടീഷ് ആർമീന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ആർമിയുടെ വലിപ്പം സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താവാൻ വേണ്ടിയിട്ട്? പ്രഷറൈസ്ഡ് ടു സപ്ലൈ സോൾജേഴ്സ് ഫോർ ആൻ ആലിയൻ കോസ് അല്ലെ. അവര് ആർമിയിലേക്ക് ആൾക്കാർ, സോൾജേഴ്സിനെ സപ്ലൈ ചെയ്യേണ്ടി വന്നു അല്ലെ. യുദ്ധത്തിലേക്ക് ആർമിയിലേക്ക് വേണ്ടിയിട്ട് ആൾക്കാരല്ല, ബ്രിട്ടീഷ് ആർമിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരെ ആർമിയിലേക്ക് പ്രഷറൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. large number of soldiers were sent to serve abroad. ഒത്തിരി സോൾജേഴ്സിനെ പുറത്തല്ലേ, ഒരു അലിയൻ കോസ് ആണ് വന്നിട്ടുള്ളത്, അങ്ങനെ പുറത്തേക്ക് ഒത്തിരി സോൾജേഴ്സിനെ സപ്ലൈ ചെയ്യേണ്ടി വന്നു. Many returned after the war with an understanding of the ways in which imperialist powers were exploiting the people of Asia and Africa and with a desire to oppose colonial rule in India. എന്താ സംഭവിച്ചത്? വാറിന് ശേഷം ഒത്തിരി ആൾക്കാർ തിരിച്ചു വന്നു അല്ലെ. ഒത്തിരി സോൾജേഴ്സ് പോയി, ഒത്തിരി ആൾക്കാർ വാറിൽ ഡെത്ത് ആയിട്ടുണ്ടാവും അല്ലെ. അതിനുശേഷം ഒത്തിരി ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെന്താണ്? വിത്ത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേസ് ഇൻ വിച്ച് ഇംപീരിയലിസ്റ്റ് പവേഴ്സ് വെയർ എക്സ്പ്ലോയിറ്റിംഗ് ദ പീപ്പിൾസ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക അല്ലെ. അവർക്ക് മനസ്സിലായി ഈ ഇംപീരിയൽ ശക്തികൾ അല്ലെ, ഇംപീരിയൽസ് പവേഴ്സ് എങ്ങനെയാണ് ഈ ഏഷ്യ ആഫ്രിക്ക കൺട്രീസിലുള്ള ഈ പീപ്പിളിനെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കൊളോണിയൽ റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ആ ആർമിയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നത്. Furthermore, in 1917 there was a revolution in Russia. 1917 റഷ്യയിൽ ഒരു റവല്യൂഷൻ സംഭവിച്ചു. ന്യൂസ് അബൌട്ട് peasants and workers struggles and ideas of socialism circulated widely, inspiring Indian nationalists. അപ്പം
1917 അങ്ങ് റഷ്യയില് ഒരു വലിയൊരു റവല്യൂഷൻ സംഭവിച്ചു. ആ റവല്യൂഷന്റെ ന്യൂസ് ലോകം മൊത്തം പടർന്നു അല്ലെ. ആ റഷ്യയിൽ ഒരു റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അവിടെ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു റഷ്യൻ റവല്യൂഷന്റെ ഇമ്പാക്ട് ഇന്ത്യയിലുള്ള നാഷണലിസ്റ്റ് അല്ലെ, ഇന്ത്യയിലെ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരുടെ മനസ്സിലേക്ക് അല്ലെ അവിടെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും നമുക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും എന്നുള്ളൊരു ചിന്ത അല്ലെ, ഒരു പ്രചോദനം ഇന്ത്യയിലുള്ള ആൾക്കാർക്കും കിട്ടുകയാണ്. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ. The advent of Mahatma Gandhi. The advent of Mahatma Gandhi. It is in the circumstances that Mahatma Gandhi emerged as a mass leader. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് നാഷൻ എന്ന് അറിയപ്പെടുന്ന ആളാണ് അല്ലെ ഗാന്ധിജി എന്ന് പറയുന്നത്. ആൻഡ് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ എൻട്രിയാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. That Mahatma Gandhi emerged as a mass leader. അല്ലെ, നമുക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്കുണ്ടായിരുന്നു? മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. As you may know, Gandhiji aged 46 arrived in India 1915 from South Africa. അല്ലെ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 1915 അല്ലെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി അറ്റ് ദ ഏജ് ഓഫ് 46 ഇയേഴ്സ് ഓൾഡ് ആയ സമയത്ത് തിരിച്ചു വന്നു. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഹാവിംഗ് ലെഡ് Indians in that country in non-violent marches against racist restrictions. He was already a respected leader known internationally. എന്താ പറഞ്ഞിട്ടുള്ളത്? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ റേസിന്റെ ബേസിസിൽ അവിടെ ഒരു ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം റേസിന്റെ ബേസിസിൽ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഓക്കെ, ലെഡ് Indians in that country in non-violent marches against racist restrictions. He was already a respected leader. അല്ലെ, അവിടെ ഒത്തിരി കാര്യങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ഇന്റർനാഷണലി അറിയപ്പെട്ടിട്ടുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹമാണ് 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അല്ലെ അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഗാന്ധിജിയുടെ ബർത്ത്, അച്ഛൻ അമ്മ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. കരംചന്ദ് ഗാന്ധി, പുത്ലിബായ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. കസ്തൂർബ ഗാന്ധി വൈഫ് എല്ലാം അറിയായിരിക്കും അല്ലെ. ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് ഹിസ് South African campaigns had brought him in contact with various types of Indians. ഹിന്ദുസ് അല്ലെ, ഇന്ത്യൻസ് ഒത്തിരി ഇന്ത്യയിൽ തന്നെ ഒത്തിരി കാറ്റഗറീസ് ആയിട്ട് ഉണ്ടായിരുന്നു. ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, പാർസീസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഗുജറാത്തീസ് അല്ലെ. അത് എന്താണ്, ഒരു കൈൻഡ് ഓഫ് റിലീജിയൻ ബേസിസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാർസി വംശങ്ങളുണ്ട്. അപ്പം ഒത്തിരി ഉണ്ട് അല്ലെ. നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ഡിഫറെന്റ് ആൾക്കാർ അല്ലെ ഒന്നിച്ച് ഒരു രാജ്യത്തിന് കീഴിൽ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെയോ അല്ലെങ്കിൽ നമ്മുടെ റീജിയന്റെ ബേസിസിൽ ഗുജറാത്തീസ്, തമിഴ്സ്, നോർത്ത് ഇന്ത്യൻസ് അല്ലെ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അപ്പർ ക്ലാസ് മർച്ചൻസും ലോയേഴ്സ്, വർക്കേഴ്സ്, ഇങ്ങനെ എന്താണ് വേരിയസ് ടൈപ്സ് ഓഫ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഹിസ് ആഫ്രിക്കൻ campaigns had brought him in contact with various types of Indians. അപ്പം ഇത്തരം ആൾക്കാരുമായിട്ടൊരു കോണ്ടാക്ട്. ആൻഡ് മഹാത്മാ ഗാന്ധി spent his first year in India traveling throughout the country, understanding the people, their needs and overall situations. അപ്പം ആദ്യത്തെ വർഷത്തിൽ ഗാന്ധിജി എന്താ ചെയ്തിട്ടുള്ളത്? ഇന്ത്യ മൊത്തത്തിലായിട്ട് ട്രാവൽ ചെയ്തു അല്ലെ. ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലെ കണ്ടീഷൻ എന്താണ്, നിലവിൽ ഇന്ത്യയുടെ കണ്ടീഷൻ എന്താണ്, ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആൾക്കാർ എന്തൊക്കെയാണ് നേരിടുന്ന പ്രശ്നങ്ങൾ, കറക്റ്റ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഓവറോൾ സിറ്റുവേഷൻ എന്താണ്, എല്ലാം ഗാന്ധിജി വന്നതിന് ശേഷം ഒരു വർഷക്കാലം എടുത്തിട്ട് പഠിച്ചു അല്ലെ. And his earliest interventions were in local movements. എവിടെയായിരുന്നു earlier intervention? ചമ്പാരൻ കേട്ടിട്ടുണ്ടോ? ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ഖേദ ആൻഡ് അഹമ്മദാബാദ്, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. വന്നിരിക്കുന്ന 1916-17 കാലഘട്ടത്തിലൊക്കെ
ഗാന്ധിജിയുടെ മൂവ്മെന്റ്സ് അല്ലെ, ചമ്പാരനിൽ ഉണ്ടായിരുന്നു, ഖേദയിൽ ഉണ്ടായിരുന്നു, അഹമ്മദാബാദ് വേർ ഹി കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് രാജേന്ദ്ര പ്രസാദ് ആൻഡ് വല്ലഭായ് പട്ടേൽ. അപ്പം ഗാന്ധിജിയുടെ ഏർലിയസ്റ്റ് മൂവ്മെന്റ്സ് ആണ് ഇതെല്ലാം. ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഖേദയിലും അഹമ്മദാബാദിലും ഒക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഏർലിയർ സ്റ്റേജസിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡുകളാണ് ഇതൊക്കെ. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. In Ahmedabad, he led a successful mill workers strike in 1918. അഹമ്മദാബാദില് 1918 മിൽ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് അല്ലെ. മിൽ വർക്കേഴ്സിന് ബ്രിട്ടീഷുകാരുടെ റൂളിങ്ങിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് അഹമ്മദാബാദിലെ മിൽ വർക്കേഴ്സ് ഇൻ 1918. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ്. അത് എന്താ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ, അവിടെ അഹമ്മദാബാദിലെ ഇഷ്യൂ അല്ലെങ്കിൽ ഖേദയിലെ ഇഷ്യൂ അല്ലെങ്കിൽ ചമ്പാരനിലെ ഇഷ്യൂ, അതാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ട് പോയത്. ആൻഡ് ഇത് റൗലറ്റ് സത്യാഗ്രഹം. എന്താണ്? റൗലറ്റ് സത്യാഗ്രഹ. കേട്ടിട്ടുണ്ടോ റൗലറ്റ് സത്യാഗ്രഹ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? റൗലറ്റ് സത്യാഗ്രഹ പഠിക്കണേ ആ വേർഡ്. റൗലറ്റ് സത്യാഗ്രഹ, റൗലറ്റ് സത്യാഗ്രഹ. In 1919, 1919 Gandhiji gave a call for satyagraha against the Rowlatt Act that the British had just passed. The act curbed fundamental rights such as the freedom of expression and strengthened police powers. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് 1919 ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയതിന് അഗെയിൻസ്റ്റ് ആയിട്ട്. എന്താ റൗലറ്റ് ആക്ടിൽ പറയുന്നത്? ഇവിടെ ഈ റൗലറ്റ് ആക്ട് പ്രകാരം ആൾക്കാരുടെ ഫ്രീഡം അവിടെ എടുത്തേക്കാണ്. ആൾക്കാർക്ക് എന്തില്ല, ഫ്രീഡം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അതാണ് അല്ലെ, റൈറ്റ്സ് സച്ച് ആസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്ട്രെങ്തൻഡ് പോലീസ് പവർ. പോലീസ് പവർ എന്ത് ചെയ്തു? കൂട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റൗലറ്റ് ആക്ടില് പ്രകാരമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റൗലറ്റ് ആക്ടില് എന്താണ്, ഒരു വിചാരണ ഒന്നും കൂടാതെ പോലീസുകാർക്ക് പിടിച്ചിട്ട് ജയിലിടാനുള്ള അല്ലെ, അവിടെ ഒരു വിചാരണ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഡയറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട്, അത്രയും പോലീസിന്റെ പവർ എന്ത് ചെയ്തു? സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. 1919 ഗാന്ധിജി എന്ത് ചെയ്തു? ഇത്തരം ഈ ഒരു റൗലറ്റ് ആക്ടിന് അഗേൻസ്റ്റ് എന്ത് വേണേലും പോലീസുകാർക്ക് ചെയ്യാം. ഇവിടെ ആൾക്കാർക്ക് ഫ്രീഡം ഒന്നുമില്ല. ആൾക്കാർക്ക് ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ഭാഗം അല്ലെ. നമുക്ക് ഇന്നത്തെ കറണ്ട് കേസ് എന്താണ്? ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് വന്നു എന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യും? വിചാരണ നടക്കും അല്ലെ. അതിന് കൃത്യമായ കോടതിയിൽ വെച്ചിട്ട് വിചാരണ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ അല്ലെ ആ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആരാണോ വാദി പ്രതിഭാഗമായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെങ്കിൽ ജയിലിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ എന്താണ്, അത് തെളിയിക്കപ്പെട്ടാലാണ് അല്ലെ. അതെ, അതുപോലെ ഒരു ഇതില്ലാതെ എന്താണ് ഇവിടെ കറക്റ്റ് പോലീസിന്റെ പവർ അങ്ങ് കൂട്ടി ആൾക്കാർക്ക് ഒരു ഫ്രീഡം ഇല്ല. ആൾക്കാർക്ക് അവരുടെ പാർട്ട് പറയാൻ പോലുള്ള ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു ആക്ട് ആണ് എന്ത്, റൗലറ്റ് ആക്ട് കൊണ്ടുവന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ആൻഡ് അതേഴ്സ് ഫെൽ. ഈ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ എല്ലാം പേരുകൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ആൻഡ് അതേഴ്സ് ഫെൽ ദാറ്റ് ദ ഗവൺമെന്റ് ഹാഡ് നോ റൈറ്റ് ടു റെസ്ട്രിക്ട് പീപ്പിൾ ബേസിക് ഫ്രീഡം അല്ലെ. ആൾക്കാർക്ക് ബേസിക് ആയിട്ടല്ലേ, എല്ലാ ആൾക്കാർക്കും ബേസിക് ആയിട്ട് കുറച്ച് ഫ്രീഡം ഉണ്ട് അല്ലെ. നമുക്ക് ഒരു സ്വാതന്ത്ര്യം അല്ലെ. നമുക്ക് ആർക്കെങ്കിലും നമ്മളെ ഒരു ചുമരിന്റെ ഉള്ളിലേക്ക് 4 ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിടാൻ പറ്റുമോ ആർക്കെങ്കിലും അതിനുള്ള അല്ലെ. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു പേഴ്സണൽ ഫ്രീഡം ആവശ്യമുണ്ട്. ആ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യാൻ ഗവൺമെന്റിന് റൈറ്റ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ആൻഡ് അതേഴ്സ് ഫെൽറ്റ് ദാറ്റ് ദ ഗവൺമെന്റ് ഹാഡ് നോ റൈറ്റ് ടു റെസ്ട്രിക്ട് പീപ്പിൾസ് ബേസിക് ഫ്രീഡംസ് ആൻഡ് ദേ ക്രിട്ടിസൈസ്ഡ് ദ ആക്ട് ആസ് ഡെവിളിഷ്. അവര് ആക്ടിനെ ഡെവിളിഷ് ആൻഡ് tyrannical. And Gandhiji asked the Indian people to observe 6 April 1919 as a day of non-violent opposition to this act, as a day of humiliation and prayer and hartal.
അല്ലെ? അത് പ്രകാരം ഈ റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി എപ്പോഴും എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വയലൻസ്, അല്ലെ, അഹിംസയായിരുന്നു ഗാന്ധിജിയുടെ മെയിൻ ആയിട്ടുള്ള. എന്താണ്, നമ്മള് വല്ലാതെ കലാപം ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് അടി പിടി ബഹളം ഒന്നും ഗാന്ധിജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നോൺ വയലന്റ് മൂവ്മെന്റ് ആണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നോൺ വയലന്റ് മൂവ്മെന്റ് വഴി ഈ ഒരു ആക്ടിന് നമ്മൾ ഓപ്പോസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 6th April 1919 എന്താണ് ഹർത്താൽ ആചരിക്കുക. അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ ആൻഡ് പ്രെയർ മോഡിലുള്ള ഒരു സ്ട്രൈക്കാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഗാന്ധിജി എന്തായിരുന്നു, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു നോൺ വയലന്റ് ഓപ്പോസിഷൻ ഓർക്കണം, അല്ലെ? ഗാന്ധിജി അടി പിടി ബഹളം ഇതൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഗാന്ധിജി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യാഗ്രഹ സഭാസ് വേർ സെറ്റപ്പ് ടു ലോഞ്ച് ദി മൂവ്മെന്റ്. അപ്പം ഈ ഒരു മൂവ്മെന്റ്, അല്ലെ, ഈ ഹർത്താലും സ്ട്രൈക്കും ഈ റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ഫോം ചെയ്തു? സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് സത്യാഗ്രഹ സഭാസ് ഒക്കെ ലോഞ്ച് ചെയ്തു. ആൻഡ് ഇത് നടക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഇമേജ് ഓഫ് ജാലിയൻ വാലാബാഗ്. അത് നമുക്ക് നോക്കാനുണ്ട്, മസാക്കറാണ്. ആൻഡ് the Rowlatt Satyagraha turned out to be the first all India struggle against the British government, although it was largely restricted to cities. അപ്പം ഈ റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓൾ ഇന്ത്യ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, അല്ലെ? ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാരുള്ള ഓൾ ഇന്ത്യ മൊത്തത്തിലുള്ള ആൾക്കാര് ബ്രിട്ടീഷ് റൂളിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൊത്തത്തിൽ കുലുക്കി മറിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സത്യാഗ്രഹ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് സിറ്റീസിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, എന്നാലും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഓൾമോസ്റ്റ് മേജർ സിറ്റീസിലെല്ലാം ഇതിനുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഈ ഒരു റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രതിഷേധം ഉണ്ടായിരുന്നു. In April 1919, there were a number of demonstrations and hartals in the country, and the government used brutal measures to suppress them. അപ്പം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെ, ഈ ഒരു റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പല പല സിറ്റീസിൽ ഏപ്രിൽ മാസത്തിൽ ഇഷ്ടംപോലെ എന്തുണ്ടായിരുന്നു? ഹർത്താലുകളും സ്ട്രൈക്കുകളും ഒക്കെ നടത്തി. ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ബ്രൂട്ടലി എന്ത് ചെയ്തു? അവരൊക്കെ സപ്രസ് ചെയ്തു. And the Jallianwala Bagh atrocities inflicted by General Dyer in Amritsar on Vaishagi Day was a part of this repression. അറിയോ നിങ്ങൾക്ക്? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ലേ, അതൊരു മൈതാനത്ത് എന്ത് ചെയ്തു? ആ മൈതാനത്തിന് ആകെ ഒറ്റ ഡോർ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡോർ എൻട്രിയിൽ അവിടെ വൈശാഖി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, അവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓണം അല്ലെങ്കിൽ ഹോളി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു എന്ത്? വൈശാഖി ഫെസ്റ്റിവൽ. ആ ഒരു വൈശാഖി ഫെസ്റ്റിവലിന്റെ ഡേ ഏപ്രിൽ 13 ഇവരെന്ത് ചെയ്തു? കുറെ ആൾക്കാര് സത്യാഗ്രഹ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ജാലിയൻ വാലാബാഗിൽ പോയി. അതുപോലെ തന്നെ കുറെ ആൾക്കാര് ഈ വൈശാഖി ഫെസ്റ്റിവൽ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജാലിയൻ വാലാബാഗിൽ പോയി. ആ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അമൃത്സറിൽ എന്ത് ചെയ്തു? അവിടെ കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാരെ നേരെ എന്ത് ചെയ്തു? വെടിവെക്കാൻ തുടങ്ങി. ഓക്കെ, അതാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ, അല്ലെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നൂറുകണക്കിന് ആൾക്കാർ ആ മൈതാനത്തിൽ മരിച്ചു വീഴാണ്. അതാണ് ആ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഇൻസിഡന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഒറ്റ ഡോറേ ഉള്ളൂ. ആ ഡോർ എൻട്രിയിൽ നിന്നിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ആൾക്കാര് ഡെത്തായി പോയി. ഓക്കെ, അതാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, on learning about the massacre, Rabindranath Tagore expressed the pain and anger of the country by renouncing his knighthood. അപ്പം ബ്രിട്ടീഷുകാര് രവീന്ദ്രനാഥ ടാഗോർ, നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത് എന്താണ്? an honor granted by the British crown for exceptional personal achievement or public service. അപ്പം രവീന്ദ്രനാഥ് ടാഗോറിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു, നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന പദവി. ഈ ഒരു മസാക്കറിന് ശേഷം, അല്ലെ, ഒത്തിരി ഇന്ത്യക്കാർ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വെടിയുതിർത്ത്, അല്ലെ, കൊന്നുകളഞ്ഞ ഈ ഒരു ഇൻസിഡന്റിന് പ്രതിഷേധമായിട്ട്
രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ള പദവി അല്ലെ, ബെസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ബെസ്റ്റ് സോഷ്യൽ സർവീസിനൊക്കെ ഉള്ള ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ബഹുമതി കൊടുത്തതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അത് തിരിച്ചു കൊടുത്തു. സോ അതന്നെയാണ് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ജാലിയൻ വാലാബാഗിലെ മസാക്കർ. The walled compound in which General Dyer opened fire on a gathering of people. The people are pointing to the bullet marks on the wall. അപ്പം അല്ലെ ഈ ഒരു ഇൻസിഡന്റ് അല്ലെ, ജനറൽ ഡയർ ആണ്, അവരുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്രയും ആൾക്കാരെ കൊന്നു കളഞ്ഞത്. അപ്പൊ എല്ലാ ആൾക്കാരും, കുറച്ചൊക്കെ സത്യാഗ്രഹീസ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ബൈശാഖി ഫെസ്റ്റ് എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒത്തിരി ആൾക്കാരെയാണ് അന്ന് വെടിവെച്ചത്. അതൊരു വലിയൊരു നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസിഡന്റ് ആണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. And during the Rowlatt Satyagraha, the participants tried to ensure that Hindus and Muslims were united in the fight against British rule. അപ്പം ഈ റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് അല്ലെ, ഈ ആൾക്കാരുടെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന്റെ പവർ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഈ ഒരു റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്, the participants tried to ensure that Hindus and Muslims were united in the fight against British rule. അല്ലെ, ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്. ഈ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ഹിന്ദുക്കളും മുസ്ലിംസും ഒരുപോലെ യുണൈറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ that will be a better choice അല്ലെ. This was also the call of Mahatma Gandhi, who always saw India as a land of all the people who lived in the country, Hindus, Muslims and those of other religions അല്ലെ. ഗാന്ധിജിയുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലെ, നമ്മുടെ ഒരു കൺട്രിയിലെ ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് എല്ലാവരും ഒരു യൂണിറ്റിയോട് കൂടി മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല, നമുക്ക് പുറത്തുനിന്നൊരു ശക്തി നമ്മുടെ കൺട്രിയിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? യൂണിറ്റിയോട് കൂടി നിന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നായിരുന്നു ഗാന്ധിജിയുടെ opinion. He was keen that Hindus and Muslims support each other in any just cause. And Khilafat agitation and the non-cooperation movement. Khilafat agitation and the non-cooperation movement. എന്താ അത്? ഖിലാഫത്ത്, നിങ്ങൾ ഒരു വേർഡ് പഠിക്കാനുണ്ട്, ഖലീഫ. ഓക്കെ, ഖലീഫ എന്ന് പറയുന്നത് ആരായിരുന്നു? മുസ്ലിംസിന്റെ ഒരു ഹെഡ് എന്നൊക്കെ പറയുന്ന ഒരു ആളായിരുന്നു. ആ ഒരു പൊസിഷൻ ആയിരുന്നു ഖലീഫ എന്ന് പറയുന്നത്. ഓക്കെ, മുസ്ലിം കാറ്റഗറി, മുസ്ലിം പീപ്പിളിന്റെ ഒരു ഹെഡ് പോലെയുള്ള ഒരു പൊസിഷൻ ആയിരുന്നു ഖലീഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇൻ 1920, the British imposed a harsh treaty on the Turkish Sultan or Khalifa. Okay, Turkish സുൽത്താൻ ആയിട്ടുള്ള ഖലീഫയ്ക്കായിരുന്നു അല്ലെ, അദ്ദേഹത്തിനായിരുന്നു ഇതിന്റെയൊക്കെ പവർ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഖലീഫയുടെ അധികാരങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻ വെച്ചു. ഓക്കെ, ഖലീഫ എന്ന് പറയുന്ന ഒരു പവർഫുൾ അല്ലെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് കാരണം ഖലീഫയുടെ പവറിന് കുറച്ച് കോട്ടം തട്ടി. ആൻഡ് people were furious about this, as they had been about the Jallianwala massacre. Also, Indian Muslims were keen that the Khalifa be allowed to retain control over Muslim sacred places in the erstwhile Ottoman Empire. അപ്പം ഖലീഫയ്ക്ക് പവർ വേണമെന്നാണ് മുസ്ലിംസിന്റെ ആഗ്രഹം. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഖലീഫയുടെ പവറിൽ റെസ്ട്രിക്ഷൻ വെച്ചു. The leaders of the Khilafat agitation, ആരായിരുന്നു ലീഡേഴ്സ്? അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു ഈ ഖിലാഫത്ത് അജിറ്റേഷന്റെ ലീഡേഴ്സ്. ആരായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി ആരാണ്? അലി ബ്രദേഴ്സ് ആണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി now wish to initiate a full-fledged non-cooperation movement. അപ്പം ഖലീഫയുടെ പദവി എടുത്തു മാറ്റിയതിനു ശേഷം അല്ലെ, എങ്കിൽ ആ ഒരു പവർ കുറച്ചതിന് ശേഷം ഈ മുസ്ലിംസിന് വേണ്ടിയിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റില് അല്ലെ, ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ട്. അതിനകത്തേക്ക് ആരും കൂടെ വരികയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ആരുടെ നേതൃത്വത്തില്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തില്. കാരണം എന്താണ്? അവർക്ക് ഖലീഫയുടെ അധികാരങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു
പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഖിലാഫത്ത് അജിറ്റേഷൻ എന്ന് പറയുന്നത്. Gandhiji supported their call and urged the Congress to campaign against Punjab wrongs, Jallianwala massacre, the Khilafat wrong and demand Swaraj. അപ്പം എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനുള്ളത്? ഒന്നെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് അല്ലെ, അത് റൗലറ്റ് സത്യാഗ്രഹത്തിന്റെ പാർട്ടായിട്ട് തിരിച്ച് ബ്രിട്ടീഷുകാർ ഭയങ്കര ബ്രൂട്ടൽ മൂവ്മെന്റ്സ് നടത്തി. അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഖിലാഫത്തിന് വേണ്ടിയിട്ട് അല്ലെ, ഖിലാഫത്ത് അജിറ്റേഷൻ, അതുപോലെ തന്നെ സ്വരാജ് എന്ന് പറയുന്ന ഒരാവശ്യം അല്ലെ, ഡിമാൻഡ് ഫോർ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യമാണ് അല്ലെ, ഇൻഡിപെൻഡൻസ് ആണ് സ്വരാജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻസ് കിട്ടണം, നമ്മുടെ കൺട്രിയാണ്, നമുക്കാണ് ഇവിടെ പവർ വേണ്ട അല്ലെ. പുറത്തുനിന്ന് വരുന്ന ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്വരാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യക്കാരുടേതാണ് അല്ലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെ, നമ്മുടെ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് സ്വരാജ്. അപ്പൊ സ്വരാജ് കിട്ടുക, അതുപോലെ തന്നെ ഖിലാഫത്തും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ആയിരുന്നു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ മെയിൻ. ഈ 3 റീസൺസ് എന്തായാലും ഓർത്തു വെക്കാം കേട്ടോ. Non-cooperation movement gained momentum through 1921-22. 1921-22 കാലഘട്ടത്തില് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നല്ല ശക്തി പ്രാപിച്ചു. Thousands of students left ഗവൺമെന്റ് കൺട്രോൾ സ്കൂൾസ്. എന്ത് ചെയ്തു? ബ്രിട്ടീഷിനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്തു. ആയിരക്കണക്കിന് കുട്ടികൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് ബ്രിട്ടീഷ് കൺട്രോൾഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂൾസ് അല്ലെ, അപ്പം ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ പോവാതെ ഇരുന്നു. അത് എന്താണ്? നോൺ കോപ്പറേഷൻ അല്ലെ, ഒരു നോൺ കോപ്പറേഷൻ ആണത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? കോളേജസിലൊന്നും പോവാതിരുന്നു. കുറെ ലോയേഴ്സ് സച്ച് ആസ് മോത്തിലാൽ നെഹ്റു, CR ദാസ്, C രാജഗോപാലാചാരി ആൻഡ് അസാഫ് അലി ഗേവ് അപ്പ് ദെയർ പ്രാക്ടീസസ്. അപ്പം കുട്ടികൾ സ്കൂളിലും കോളേജസിലൊന്നും പോകുന്നില്ല, ടീച്ചേഴ്സ് വർക്കിംഗ് പ്ലേസസിൽ പോകുന്നില്ല. അതുപോലെ തന്നെ ഇത്തരം ലോയേഴ്സ് C രാജഗോപാലാചാരി, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, CR ദാസ് തുടങ്ങിയ ഫേമസ് ആയിട്ടുള്ള ലോയേഴ്സ് ഒന്നും എന്ത് ചെയ്തില്ല, അവരൊന്നും അവരുടെ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് പോയില്ല. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ എല്ലാ ആൾക്കാരും എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബ്രിട്ടീഷ് ടൈറ്റിൽസ് വെയർ സറണ്ടേർഡ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു നൈറ്റ്ഹുഡ് കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടൈറ്റിൽസ് വെയർ സറണ്ടേർഡ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ബോയ്കോട്ടഡ്. കംപ്ലീറ്റ് ബോയ്കോട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഫോറിൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബോയ്കോട്ട് ചെയ്യാന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. പീപ്പിൾ ലിറ്റ് പബ്ലിക് ബോൺഫയർസ് ഓഫ് ഫോറിൻ ക്ലോത്ത് അല്ലെ, വിദേശ വസ്ത്രങ്ങളെല്ലാം അല്ലെ, പുറത്തുള്ള മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഇരുന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കാനൊക്കെ തുടങ്ങി പബ്ലിക് പ്ലേസസിൽ. And the imports of foreign cloth fell drastically between 1920 and 1922 അല്ലെ. അവിടുന്ന് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ ബ്രിട്ടീഷ് ഫാക്ടറിയിൽ പോയിട്ട് എന്ത് ചെയ്യും? പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ വില കൂട്ടിയിട്ട് വിൽക്കും. അങ്ങനെ ഒരു അല്ലെ, കുറഞ്ഞ വിലക്ക് ഇവിടുന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നല്ല കൂടിയ പൈസക്ക് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് വീണ്ടും വിൽക്കും. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 1920-22 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോറിൻ മെയ്ഡ് പ്രോഡക്ട്സ് അല്ലെ, ഗുഡ്സ് മൊത്തത്തില് നമ്മൾ ബോയ്കോട്ട് ചെയ്തു. ബോയ്കോട്ട് ചെയ്ത സമയത്ത് എന്താണ്? ഒരു 2 വർഷക്കാലം എന്ത് ചെയ്തു? അവിടെ നിന്നുള്ള ഇമ്പോർട്ടൊക്കെ കുറഞ്ഞു. കാരണം ഇവിടെ ആരും പർച്ചേസ് ചെയ്യുന്നില്ല, എല്ലാ ആൾക്കാരും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബോയ്കോട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അവരുടെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു ഇമ്പോർട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. But all this was merely the tip of the iceberg. Large parts of the country were on the brink of a formidable revolt. അപ്പം ബാക്കി എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണം. അപ്പം 1922 കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ അതിന്റെ ഒരു സ്റ്റേജസിൽ നമ്മൾ 1922 വരെ കണ്ടു. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാന്ധിജിയുടെ എൻട്രി ആണ്. ഗാന്ധിജി വന്നതിന് ശേഷം അല്ലെ, ചമ്പാരൻ, കേദാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ഗാന്ധിജിയുടെ മൂവ്മെന്റ്സ് നമ്മൾ കണ്ടു അല്ലെ. ദ ഗ്രാസ് ഓഫ് മാസ് നാഷണലിസ്റ്റ് അല്ലെ, എല്ലാ ആൾക്കാരും. ഫസ്റ്റ് വേൾഡ് വാർ ഇന്ത്യയിൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കി. ഒത്തിരി കാര്യങ്ങൾ, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒക്കെ കൂടി, അതുപോലെ തന്നെ ബിസിനസ് പ്രോഫിറ്റ്, ഇൻഡിവിജ്വൽ ടാക്സസ് ഒക്കെ കൂട്ടി അല്ലെ, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഒക്കെ
ഒത്തിരി വേണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടാക്കി. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്റ്റ് ആയിട്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഗാന്ധിജി എന്ത് ചെയ്തു? തിരിച്ച് ഇന്ത്യയിൽ 1915 സൗത്ത് ആഫ്രിക്കയിൽ വന്നു. ആദ്യത്തെ ഒരു വർഷം ഗാന്ധിജി മൊത്തം ഇന്ത്യയൊക്കെ ചുറ്റി ഇന്ത്യയെ പറ്റിയൊക്കെ വൃത്തിക്ക് പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഗാന്ധിജി അഹമ്മദാബാദിലെയും ഖേദയിലെയും ചമ്പാരനിലെയും ഒക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൗലറ്റ് സത്യാഗ്രഹത്തിനെ പറ്റി പഠിച്ചു. എന്തായിരുന്നു റൗലറ്റ് സത്യാഗ്രഹ? റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. എന്തായിരുന്നു റൗലറ്റ് ആക്ടിൽ ഉണ്ടായിരുന്നത്? റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്തു? ഇല്ലാണ്ടാക്കി കളഞ്ഞു അല്ലെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ സ്ട്രെങ്തൻഡ് പോലീസ് പവേഴ്സും. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റൗലറ്റ് സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. 6 ഏപ്രിൽ 1919 എന്തായിട്ട് ആലോചിച്ചു? ഒരു ഹർത്താൽ പോലെ ആചരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ പറ്റി പഠിച്ചു അല്ലെ. അവിടെ ഒത്തിരി ബ്രൂട്ടൽ മെഷേഴ്സ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു വൈശാഖി ഡേയുടെ എന്നുള്ള ഒരു വെടിയുതിർക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇൻസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ശേഷം രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? നൈറ്റ്ഹുഡ് പദവി തിരിച്ചു കൊടുത്തു. അങ്ങനെ റൗലറ്റ് സത്യാഗ്രഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ്? മുഹമ്മദ് അലി ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലെ. അത് പ്ലസ് നോൺ കോപ്പറേഷൻ ഫോർ അറ്റൈനിങ് സ്വരാജ് അല്ലെ. സ്വരാജിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റം 1921-22 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ഒത്തിരി കുട്ടികളൊന്നും ബ്രിട്ടീഷ് സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ചില്ല. അതുപോലെ തന്നെ ഫേമസ് ലോയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? അവരുടെ പ്രാക്ടീസ് ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഫോറിൻ ക്ലോത്ത് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. ഫോറിൻ പ്രോഡക്ട്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു അല്ലെ. എല്ലാം ലിക്കർ ഷോപ്സ് ഒക്കെ പിക്കറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ആ ഒരു 1920-22 കാലഘട്ടത്തിൽ നടക്കുന്നത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലെ. 1947 വരെ നടന്നിട്ടുള്ള ഇൻസിഡൻസ് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ 22 വെച്ചിട്ട് ഇവിടെ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്